ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണേ. അതിനുവേണ്ടി ഞാനൊരു 2 കപ്പ് അരി കഴുകി കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഓളം കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ മസാല പുരട്ടിയെടുക്കാം. ബോൺലെസ് പീസ് ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സോയാ സോസ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത് ഞാൻ എടുത്തപ്പോൾ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കണേ. അതവിടെ മാറ്റി വെക്കുക. ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ചിക്കനിൽ സോയാ സോസിൽ ഉപ്പുണ്ടാവും. നമ്മൾ ഉപ്പും കൂടി ചേർക്കുമ്പോൾ ഭയങ്കര ഉപ്പായി മാറും. ലാസ്റ്റ് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അരിയിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കൂടുതലായിട്ട് വെന്തുടഞ്ഞ് പോകരുത് കേട്ടോ ചോറ്. അതാണ് നമ്മൾ ഫ്രൈഡ് റൈസിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അരി അധികം ഉടഞ്ഞു പോകരുത്. ഒരു 1/4 ഭാഗം വേവാക്കി എടുത്താൽ മതി. എന്നാൽ അരി കടിക്കുകയും ചെയ്യരുത്. നന്നായി ഒരു ഉടഞ്ഞു പോവാത്ത, നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകരുത്. ഒരു പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിക്കിട്ടണം. ഉള്ളിലുള്ള അരിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഇനി അത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഒരു ഫാൻ്റെ ചോട്ടിൽ തലേദിവസം വേവിച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ഓയിലിലാണ് ചെയ്യേണ്ടത്. ഓയിലിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഞാൻ 2 മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ മസാല വരട്ടിയിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ 2 മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ സോയ സോസിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് കൂടി ഉണ്ടാവുമല്ലോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സമയത്ത് എഗ്ഗും ചിക്കനും മറ്റുള്ള വെജിറ്റബിൾസും ഒക്കെ കൂടിയായിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതും കൂടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് ചിക്കി മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ട വെജിറ്റബിൾസ് മൂപ്പിച്ചെടുക്കണം. ഇനി അതേ ചട്ടിയിൽ തന്നെ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ എല്ലാ പരിപാടികളും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കുറഞ്ഞു കിട്ടുമല്ലോ. പാത്രം കഴുകുക എന്നുള്ളത് ചില്ലറ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അതേ ഒറ്റ പാത്രത്തിലാണ് ഞാൻ എല്ലാ പണികളും ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. ആ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതാക്കി മുറിച്ച ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്സ് അതും കൂടി ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മൂത്ത് വരുമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് നന്നായി വാടി കിട്ടിയാൽ മതി. അതിന് ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം ചെറുതായി മുറിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് വേവാവുന്ന സമയത്ത് അതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിനകത്തുള്ളത് ഡാർക്ക് സോയാ സോസാണ് കേട്ടോ. അപ്പം നല്ല കുറച്ച് കട്ടിയുള്ള സോയാ സോസാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഇത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതും കൂടി ചേർത്ത് എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് തന്നെ ഒരു 1/4 ഭാഗം വേവാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് കടിക്കുന്ന സമയത്ത് ആ പച്ച ടേസ്റ്റ് വരികയും ചെയ്യരുത്. അങ്ങനെ കുക്കാക്കി എടുക്കുക. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ അങ്ങോട്ട് വേവിച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുകയൊന്നും വേണ്ട. അങ്ങനെ വേവിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ചിക്കനും മുട്ടയും ചേർക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പും എല്ലാം എരിവും എല്ലാം നോക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഇതിന് എക്സ്ട്രാ ഒരു ടേസ്റ്റ് വരുത്താനായിട്ട് ഞാനൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. നമ്മളെ ചിക്കൻ ക്യൂബില്ലേ, മാഗിയുടെ ചിക്കൻ ക്യൂബ്, അത് ഒരു ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ചിക്കൻ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഫ്രൈഡ് റൈസിന്. നമുക്ക് എല്ലാവരും ഒന്ന് ചേർത്ത് നോക്കണേ. ഇങ്ങനെ ഇതിട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചോറ് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഇത് ഇളക്കുന്ന സമയത്ത് ചോറ് ഉടഞ്ഞു പോകരുത്, അരി ഉടഞ്ഞു പോകരുത്. നമ്മൾ വെന്ത് കഴിഞ്ഞ് ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രം എടുത്തിട്ട് ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുത്താലും മതി. ഞാനിപ്പോൾ പതിയെ നമ്മളെല്ലാ വെജിറ്റബിൾസും എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കുക.
എന്നിട്ട് അതിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്സ് സ്പ്രിംഗ് ഓണിയൻ്റെ ഇത് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് സ്റ്റൗവിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക. ഇതിൻ്റെ ആ ഒരു ആവി എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചില്ലി ചിക്കൻ ആയിരുന്നേ. എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊന്നും പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.